ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു വരുമാനം അത് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, കമ്പനിയുടെ പേര് നൈൽകാർട്ടിൻ്റെ ഒരു പ്രത്യേകത, നൈൽകാർട്ട് ഒരു ഓൺലൈൻ ഷോപ്പാണ് പ്ലസ് ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ MLM സിസ്റ്റത്തിലാണ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കമ്പനിയുടെ ഓഫീസ്, അതായത് കമ്പനിയുടെ ഓഫീസ് നോക്കുവാണെങ്കിൽ 2025 സെപ്റ്റംബർ 22 കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഓഫീസ് വരുന്നത് തമിഴ്നാട് ഹുസൂറാണ്. കമ്പനി ഫൗണ്ടറുടെ പേര് വിജയ് മുരുകൻ. മൂപ്പർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ 10-25 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. നമുക്ക് ഇനി എന്താണ് ബിസിനസ് എന്നും എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് 2 രീതിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ആണ് ഞാൻ ഈ ഒരു ബിസിനസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാം. അതായത് നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ 2 രീതിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 1000 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യാം, 750ക്കും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം 1000 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അയാൾക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം കറലി പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ 7 മേലെ പ്രൊഡക്റ്റുകളുണ്ട്. പ്രൊഡക്റ്റ് പറയുന്നത് ഇപ്പം കറലി ഹെൽത്തി പ്രൊഡക്റ്റുകളാണ്. സ്റ്റെം സെല്ല്, ഒമേഗ 3, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ്. 1000 പ്രൊഡക്റ്റ് ഉണ്ട്, 1200 ഉണ്ട്, 1500 ഉണ്ട്. ബേസിക്കായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. 1000 പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, പ്രൊഡക്റ്റ് 1000 കിട്ടി, അതേപോലെ തന്നെ 1000 റീചാർജ് റെഡീം വാലറ്റ് കിട്ടും. നമുക്കത് 2% വെച്ച് നമുക്ക് ഓരോ റീചാർജും റെഡീം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഷോപ്പിംഗ് റെഡീം വാലറ്റ് നമുക്ക് കിട്ടും 1000 രൂപ. അത് നമുക്ക് 50% വെച്ച് നമുക്ക് പിന്നീട് വേണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിൽ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 50% നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്ന് റെഡീം ചെയ്യാൻ 50% നമ്മൾ ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമുക്കത് യൂസ് ചെയ്ത് റെഡീം ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ 1000 റുപ്പീസിന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 3000 റുപ്പീസിൻ്റെ ബെനിഫിറ്റ് കമ്പനി ഫസ്റ്റ് തന്നെ തിരിച്ചിങ്ങോട്ട് കൊടുത്തു. ഓക്കെ, ഇതേപോലെ ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി തുടക്കത്തിൽ പ്രൊഡക്റ്റ് ഒന്നും വേണ്ട, എനിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മതി. അങ്ങനെയാണെങ്കിൽ 750ക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐഡിയ ആക്ടിവേഷൻ ചെയ്യാൻ 750 രൂപ മതി നമുക്ക്. അപ്പോൾ അതാകുമ്പോൾ 750 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 750 കൊടുത്തു. അപ്പം തന്നെ നമുക്ക് റീചാർജ് റെഡീം വാലറ്റും ഷോപ്പിംഗ് റെഡീം വാലറ്റും 750 വെച്ച് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ പ്രൊഡക്റ്റ് അഡ്വാൻസിനും 750 തന്നിട്ടുണ്ടാവും. ടോട്ടൽ നമുക്ക് 750ൻ്റെ 3 ബെനിഫിറ്റ് 2250 ബെനിഫിറ്റ് കമ്പനി തരും. എങ്ങനെ? 1 ജോയിനിങ് പ്രൊഡക്റ്റ് എടുക്കാനുള്ള എൻ്റെ അഡ്വാൻസും, 2 റീചാർജ് റെഡീമിൽ 750 ഷോപ്പിംഗ് റെഡീമിൽ 750 സർവീസ് ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, അതാണ് നമ്മളെല്ലാവരും എന്തിനാണ് വന്ന് നോക്കിയത്, ഈ ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെ ഇൻകം ഉണ്ടാക്കാം. ഓക്കെ, അതിന് നമുക്ക് 6 തരത്തിലെ വരുമാനമാണ് കമ്പനി നമുക്ക് എന്ത് ചെയ്തത് തരുന്നത്. 6 തരത്തിൽ. അതിൽ ആദ്യത്തെ വരുമാനമാണ് LTB അഥവാ ലൈവ് ടീം ബോണസ്, ബൈനറി ഇൻകം എന്ന് പറയും. അതിന് ശേഷമുള്ളതാണ് സ്റ്റാർ ലെവൽ അപ്ഗ്രേഡ് ബോണസ്, അതായത് നമ്മുടെ റാങ്ക് ഇൻകം. അത് കഴിഞ്ഞ് റീപർച്ചേസ് പേഴ്സണൽ ബോണസ്, RTV അതായത് റീപർച്ചേസ് ടീം ബോണസ്, ലീഡർഷിപ്പ് ടെക് മാച്ചിങ് ബോണസ്, റാങ്ക് ആൻഡ് റിവാർഡ്സ്. ടോട്ടൽ 5 തരത്തിലെ വരുമാനവും പ്ലസ് റാങ്ക് ആൻഡ് റിവാർഡ്സുമാണ് കമ്പനി നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യത്തെ വരുമാനമായിട്ടുള്ള ബൈനറി ഇൻകത്തെക്കുറിച്ച് പറയാം. ബൈനറി ഇൻകം നമുക്ക് തരുന്നത് ഓരോ പെയറിനും നമുക്ക് 200 രൂപ വെച്ചിട്ട് നമുക്ക് കമ്പനി തരും. പെയറെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതേപോലെ ആയിരിക്കും, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാവും. ഒരു വ്യക്തിക്ക് 3 ഐഡിയ എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഐഡിയയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എല്ലാവരോടും പറയുന്നത് 3 ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, കാര്യം നമ്മളിവിടെ ബിസിനസ് ചെയ്യാനല്ലേ വന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇപ്പം നമ്മൾ വന്നു, നമുക്കിപ്പം ലെഫ്റ്റ് ചാനലുണ്ട്, റൈറ്റ് ചാനലുണ്ട്. അപ്പം നമ്മൾ ഓരോ പെയർ നമുക്ക് മാച്ചിങ് ആകുമ്പോൾ 200 രൂപ കിട്ടും. പിന്നെ ആദ്യത്തെ ഒരു കണ്ടീഷൻ, ഒരു ക്രൈറ്റീരിയ കമ്പനി പറയുന്നുണ്ട്, 2:1 അല്ലെങ്കിൽ 1:2 എന്ന റേഷ്യോയിലായിരിക്കണം ആദ്യത്തെ പെയർ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഞാൻ ബിസിനസ്സിൽ വന്നു, ലെഫ്റ്റിൽ ഒരാളെ കൊണ്ടുവന്നു, റൈറ്റിൽ ഒരാളെ കൊണ്ടുവന്നു, അതിന് ശേഷം ലെഫ്റ്റിലോ റൈറ്റിലോ ഒരു സെയിലും കൂടെ ഞാൻ ക്ലോസ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ പെയർ മാച്ചിങ് കിട്ടുള്ളൂ 200 രൂപ. പിന്നീട് എൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ പെയർ നടക്കുന്ന അനുസരിച്ച് എനിക്ക് ഇൻകം കിട്ടും. അങ്ങനെ ഓരോ മണിക്കൂറിലും 1000 രൂപ വെച്ചിട്ട്, ഒരു മണിക്കൂറിൽ 5 പെയറിൻ്റെ ഇൻകം 1000 രൂപ. അങ്ങനെ നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. 24 പ്രാവശ്യം സീലിംഗ് ആകും. അങ്ങനെ 24 പ്രാവശ്യം സീലിംഗ് ആകുമ്പോൾ ഒരു ദിവസം 1000 രൂപ വെച്ചിട്ട് 24 മണിക്കൂറിൽ 24,000 രൂപ ഈ ഒരു ഇൻകം സമ്പാദിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ബൈനറി ഇൻകത്തിൻ്റെ പ്രത്യേകത. നമ്മൾ കൊണ്ടുവന്ന ആളുകളിലൂടെ വരുന്ന സെയിലും കിട്ടും. പക്ഷേ ഒരു മണിക്കൂറിൽ മാക്സിമം ലിമിറ്റ് 1000 റുപ്പീസാണ്. അപ്പം നമ്മളിപ്പം നമ്മുടെ ഒരു സൈഡിൽ ലെഫ്റ്റ് ചാനലിൽ ഒരു നമ്മുടെ ഫ്രണ്ട്സിനെ ചേർത്തു, റൈറ്റ് ചാനലിൽ നമ്മുടെ ഫാമിലി ചേർത്തു. ഈ 2 ടീമിനെ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ സപ്പോർട്ട് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ബിസിനസ് പ്ലാൻ വ്യക്തമായിട്ട് പഠിക്കുക, ബിസിനസ്സിൽ വരിക, നമ്മുടെ കൂടെയുള്ള ലിസ്റ്റ് ഇടുക, ലിസ്റ്റിലുള്ള ഒരു ഫാമിലി ഒരു ടീം, ഫ്രണ്ട്സ് ഒരു ടീമായിട്ട് വെക്കുക, അവരെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് വർക്ക് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ ഏകദേശം 50% നമുക്ക് ബിസിനസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു വരുമാനമാണ് റാങ്ക് ഇൻകം. ഈ ഒരു കമ്പനിയുടെ
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻകമാണ് റാങ്ക് ഇൻകം. അതായത് നമ്മൾ ബൈനറിയിൽ നമ്മൾ സ്ട്രക്ചർ എങ്ങനെ ആയിക്കോട്ടെ, ലെഫ്റ്റ് റൈറ്റ് എങ്ങനെ വേണം നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ നമ്മൾ റെഫറൻസ് മാത്രമാണ് ഈ ഒരു ഇൻകം കിട്ടാൻ വേണ്ടി നോക്കുന്നത്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന അതേ വ്യക്തികളിലൂടെ തന്നെയാണ് ഈ രണ്ടാമത്തെ ഇൻകം കിട്ടുന്നത്. ഇതിന് ഇത്രയുള്ള കമ്പനി പറയുന്നത് നമുക്ക് റാങ്ക് ഇൻകമാണ്. ഇപ്പം നമ്മൾ ബിസിനസ്സിൽ വന്നതിന് ശേഷം നമുക്കിപ്പോൾ ഒരു 5000 10,000 ഒക്കെ വരുമാനം കിട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ റാങ്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യത്തെ റാങ്കായിട്ടുള്ള ഒരു 500 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, റാങ്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 500 നമ്മൾ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 500 രൂപ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റീപർച്ചേസ് വാലറ്റിലും റീപർച്ചേസ് റിഡീം വാലറ്റിലും കിട്ടും. ഷോപ്പിംഗ് റിഡീം വാലറ്റ്, അതുപോലെ തന്നെ റീചാർജ് റിഡീം വാലറ്റ്. അത് റീചാർജ് ചെയ്യാൻ 500 കിട്ടും, ഷോപ്പിംഗ് ചെയ്യാനും 500 കിട്ടും. നമ്മുടെ അവിടെ വാലറ്റിൽ ആഡാക്കി തരും കമ്പനി. അപ്പം നമുക്ക് അത് ചെയ്തല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതായത് അയാൾക്ക് ഇതേ ബെനിഫിറ്റ് കിട്ടും. കൂടാതെ 500 റുപ്പീസ് ആരാണോ കൊണ്ടുവന്ന് അവർക്ക് കമ്മീഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറിയ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമുക്കിങ്ങനെ ടോട്ടൽ 10 റാങ്ക് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റാങ്ക് 500, പിന്നെ നമ്മൾ 1000, പിന്നെ 1500 റാങ്ക്, പിന്നെ 2000, പിന്നെ 2500, 3000. ഇതോരോ അപ്ഗ്രേഡ് ചെയ്യുന്ന അനുസരിച്ച് കമ്പനി സ്പോട്ടി അവരുടെ വാലറ്റിൽ ഫണ്ട് ആടാക്കി കൊടുക്കും. റീചാർജ് വാലറ്റിലും ഷോപ്പിംഗ് വാലറ്റിലും ആടാക്കി കൊടുക്കും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് വരുമാനം കിട്ടുന്നത് ഇപ്പം ഞാനിവിടെ 2 പേര് ഡയറക്റ്റ് കൊണ്ടുവന്നുള്ളൂ. ഇവിടെ നമുക്ക് കാണാം 2 പേര് ഡയറക്റ്റ് കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആളുകൾ, അതായത് ഞാനിവിടെ 2 പേര് ഡയറക്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യത്തെ ആ 2 പേര് 500 രൂപ വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ വരുമാനം എത്രയായി, 2 പേരോട് ചെയ്യുമ്പോൾ 1000 രൂപയായി. ഓക്കെ, 1000 രൂപയായി. അതേപോലെ എൻ്റെ സെക്കൻഡ് ലെവൽ ഈ 2 പേരിലൂടെയാണ് ഈ 4 പേര് വന്നതെങ്കിൽ അവരുടെ സെക്കൻഡ് റാങ്ക് 1000 രൂപ. 1000 വെച്ച് അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 4 പേര് 1000 ഇൻറ്റു 4, ഏകദേശം 4000 എൻ്റെ വരുമാനമായി. അതേപോലെ എൻ്റെ മൂന്നാമത്തെ ലെവൽ 8 പേരുണ്ട്. ആ 8 പേര് 1500 അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മൂന്നാമത്തെ ലെവലിലേക്ക് 12,000. ഇതിൻ്റെ 100% വരുമാനം സ്പോൺസർ സിസ്റ്റത്തിലൂടെ ടീമിലേക്ക് തന്നെ കമ്പനി എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. വരുമാനം കൂടുതൽ വരുന്ന ആളുകൾ വർക്ക് ചെയ്യുന്നവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ 10 റാങ്ക് വരെ ഉണ്ടാവും. 10ാമത്തെ ലെവലിൽ ടീം ഡ്യൂപ്ലിക്കേഷനിലൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കണക്ക് 2ൻ്റെ ഡ്യൂപ്ലിക്കേഷൻ പോയാൽ മതി. വെറും 2 ഡ്യൂപ്ലിക്കേഷൻ പോയാൽ തന്നെ 10ാമത്തെ ലെവൽ 1024 പേരുണ്ടാവും. എൻ്റെ വരുമാനം 1024 പേരും 5000 റാങ്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വരുമാനം 51 ലക്ഷം രൂപ. അങ്ങനെ ടോട്ടൽ ഈ 10 റാങ്ക് ഇൻകത്തിലൂടെ നമുക്ക് 1 കോടിക്ക് മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് 1 ഇയർ കൊണ്ട് സമ്പാദിക്കാൻ പറ്റി. വളരെ സിമ്പിൾ സിസ്റ്റത്തിലൂടെ അപ്ഗ്രേഡിങ്. പക്ഷേ നമ്മളിത് ഈ ഒരു പ്ലാനും ബൈനറി പ്ലാനും വ്യക്തമായിട്ട് മൈൻഡിൽ കയറ്റണം. കാര്യം ഞാൻ ഈ ഒരു ബിസിനസ് പ്ലാൻ്റെ ഈ ഒരു പ്ലാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്ഗ്രേഡ് പ്ലാൻ പഠിക്കാൻ വേണ്ടിയിട്ട് 5 ദിവസത്തിനടുത്ത് സമയമെടുത്തു. നമ്മൾ സ്വയമേ ഇരുന്ന് വീഡിയോ കണ്ട് വരച്ച് എഴുതി നമ്മളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളുകളെ ഡൗട്ട് വിളിച്ച് ചോദിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഓക്കെ, ഞാനിപ്പോൾ ഈ 2 ഇൻകം പ്ലാനാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇനി നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. വളരെ സിമ്പിൾ. നമുക്ക് ഈ ഒരു ബിസിനസ് പ്ലാൻ്റെ ഹൈലൈറ്റ് നോക്കാം. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 750ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഒരു ഐഡിയ എടുക്കുന്ന ഒരു വ്യക്തിക്ക് 750ക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 ഐഡിയ ആണെങ്കിൽ 2250 സ്റ്റാർട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് എടുത്താണെങ്കിൽ 3000 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മന്ത്ലി നോക്കുവാണെങ്കിൽ ബൈനറി ഇൻകം 3 ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിക്ക് 21 ലക്ഷം രൂപയ്ക്ക് മേലെ സമ്പാദിക്കാൻ പറ്റും. അപ്ഗ്രേഡ് ഇൻകം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാം 10 ലെവലിൽ നിന്ന്. പിന്നെ നമുക്ക് 4ാമത്തെ ഇൻകം സെൽഫ് പർച്ചേസ്, റീപർച്ചേസ്, പേഴ്സണൽ PV ബോണസ്. നമ്മൾ എത്ര PVക്ക് പർച്ചേസ് പിന്നീട് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഇൻകമായിട്ട് തിരിച്ചു കിട്ടും. പിന്നെ മന്ത്ലി നമുക്ക് റീപർച്ചേസ് ടീം ബോണസ് ഇൻകം. നമ്മൾ കൊണ്ടുവരുന്ന ടീം അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന വരുമാനമാണ്. അങ്ങനെ മന്ത്ലി മാക്സിമം 4 ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റും. പിന്നെ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ റീപർച്ചേസ് ഇൻകം ഏൺ ചെയ്യുന്നതിൻ്റെ വരുമാനം നമുക്കിലേക്ക് കമ്പനി തരുന്നൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റാങ്ക് ആൻഡ് റിവാർഡ്സ്. പിന്നെ ഇടയ്ക്ക് ടൈമിൽ ഓഫേഴ്സ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഹൗസ് ബോട്ട് ട്രിപ്പ് ആണ്. ഇത്രയേ ഉള്ളൂ ക്രൈറ്റീരിയ. 5000 പുതിയ മെമ്പേഴ്സിന് 5000 റുപ്പീസ് ഇൻകവും 3 സ്റ്റാർ റാങ്കും അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കാം. നമുക്ക് 5% TDS കട്ട് ചെയ്യും. സർവീസ് ചാർജ് നമുക്ക് ബാങ്ക് വിഡ്രോ ചെയ്യുമ്പോൾ 5% കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഏൺ ചെയ്യുന്ന വരുമാനത്തിന് 10% റീപർച്ചേസ് ഹോൾഡ് ആയിരിക്കും. കമ്പനിയിൽ വിഡ്രോൾ ടൈം പറഞ്ഞിരിക്കുന്നത് രാത്രി 12 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. മിനിമം 500 രൂപ വേണ്ടി നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, പിന്നെ കമ്പനിയുടെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കമ്പനിയുടെ സിമ്പിൾ ബിസിനസ്സായിട്ട് ഞാൻ ബിസിനസ് പ്ലാനാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി ഈ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തികളാണെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തന്നത്, അല്ലെങ്കിൽ ആരിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് എത്തിയത്, അവരെ തന്നെ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.